നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ പുതുവർഷമായ ജനുവരി 1 ഉദ്ഘാടനം ചെയ്യും. ആശുപത്രിയിൽ ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മലപ്പുറം ജില്ലയിൽ കായിക മേഖലയ്ക്ക് ശക്തി പകർന്ന ജില്ലാ കായിക മഹോത്സവത്തിന് തുടക്കം. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇത്തരമൊരു പരിപാടി ഇതാദ്യം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിലെ ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ പ്രതിഷേധവുമായി വീണ്ടും സമീപവാസികൾ. യൂണിറ്റിന്റെ പ്രവർത്തനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും മഴക്കാലത്ത് മാലിന്യ പ്രശ്നം സൃഷ്ടിക്കുന്നതായും പരാതി. കെ പ്രേംകുമാർ MLA ഞായറാഴ്ച പ്രത്യേക യോഗം വിളിച്ചു. തെരുവ് നായ്ക്കളുടെ സംരക്ഷകനായി ചെർപ്പളശ്ശേരിയിൽ ഒരാൾ 74-കാരനായ ഡൊമിനിക് വീട്ടിൽ സംരക്ഷിക്കുന്നത് 20-ലധികം തെരുവ് നായ്ക്കളെ. വാർത്തകളിലേക്ക് വിശദമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ ജനുവരി 1 ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിക്കും. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ 1.86 കോടി രൂപ വകയിരുത്തി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ്, മെയിൻ ബ്ലോക്ക്, ഫാർമസി സ്റ്റോർ, ഓഫീസ് നവീകരണം, സ്കിൽ ലാബ് എന്നിവയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പദ്ധതികൾ ജനുവരി 1 വൈകിട്ട് 3 മണിക്ക് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ആശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സംവിധാനങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. നമ്മൾ 2024 ജനുവരി 1 വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാന്യായ MLA ആണ് നമ്മുടെ ഈ ആശുപത്രിയിലെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത്. അന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നവീകരിച്ച ഓഫീസ് റൂമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. മാസ്റ്റർ പ്ലാൻ കൈമാറുന്നുണ്ട്. നമ്മളെ മോർച്ചറിയുടെ മുകളിൽ നമ്മൾ ഫാർമസിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം. അതിന് പുറമെ ബ്ലഡ് ബാങ്കിനകത്ത് ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഉദ്ഘാടനം. അതോടൊപ്പം ബ്ലഡ് ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു പരിശീലന കേന്ദ്രം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ജനുവരി 1 ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം 1,86,00,000 രൂപയുടെ വിവിധ പദ്ധതികളാണ് ബഹുമാനായ MLA ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TP ഹാരിഷ്, ഷെഹർബാൻ, HMC അംഗങ്ങളായ AK നാസർ, കുറ്റീരി മാനുപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ മാസ്റ്റർ പ്ലാനിൽ 106,78,00,000 രൂപ ചിലവ് കണക്കാക്കി ആധുനിക സംവിധാനങ്ങളോടെയുള്ള കെട്ടിടമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ പ്രകാരം 5 നിലകളിലായി 1,24,768 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കെട്ടിടത്തിന്റെ അടിഭാഗത്ത് വാഹന പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഫാർമസി, ലാബോറട്ടറി, റേഡിയോളജി വിഭാഗങ്ങളും വെയിറ്റിംഗ് ഏരിയയും റിസപ്ഷനും പ്രവർത്തിപ്പിക്കും. 1-ാം നിലയിൽ ഒഫ്താളമിക് വാർഡ്, മെയിൽ മെഡിക്കൽ വാർഡ്, ഫീമെയിൽ മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്, മെയിൻ സർജിക്കൽ വാർഡ് ഇവയെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 2-ാം നിലയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ഫീമെയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ഓപ്പറേഷൻ തിയേറ്ററുകളും സംവിധാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3-ാം നിലയിൽ ഐസൊലേഷൻ വാർഡുകൾ, ഫീമെയിൽ ഐസൊലേഷൻ വാർഡുകൾ, രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കുള്ള മുറി, ICU കോംപ്ലക്സ്, ഫീമെയിൽ പ്രീ ഓപ്പറേറ്റീവ് വാർഡ്, മെയിൽ പ്രീ ഓപ്പറേറ്റീവ് വാർഡ് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഒരുക്കുക. പുതിയ കെട്ടിടം പൂർത്തിയായാൽ ഒരേ സമയം 1000 രോഗികളെ ചികിത്സിക്കുന്നതിന് സൗകര്യമുണ്ടാകും. നബാർഡ്, NHM അടക്കമുള്ള ഫണ്ടുകൾ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ ശ്രമം. മലപ്പുറം ജില്ലയിലെ കായിക മേഖലയ്ക്ക് ശക്തി പകർന്ന ജില്ലാ കായിക മഹോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്ത് മലപ്പുറം ജില്ലയുടെ മുന്നേറ്റം ലക്ഷ്യമാക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് കായിക മഹോത്സവം നടക്കുന്നത്. മലപ്പുറം കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ഓരോ പഞ്ചായത്തിലും നിർബന്ധമായി ഒരു ഇനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ സ്കൂളുകളിലും പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ തന്നെ പുതിയ ഇനങ്ങൾ
പ്രത്യേകം പരിശീലനം നൽകി കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ശ്രമമാണ് നാം നടത്തുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി തലം തൊട്ട് അപ്പർ പ്രൈമറി വരെയുള്ള വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും എത്തി. അപ്പോൾ എല്ലാ തലങ്ങളിലും കായിക പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരികയും നമ്മുടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ ജില്ലാതല സ്പോർട്സ് കൗൺസിലുകൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കായിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ജില്ലാ കളക്ടർ VR വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് U ഷറഫലി, സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ, ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ, മുൻ ജില്ലാ പ്രസിഡന്റ് A ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത കായിക ഇനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ജില്ലയിലെ കായിക മേഖലയിൽ മുന്നേറ്റം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ചിട്ടുള്ള കായിക മഹോത്സവം മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. ഓരോ കായിക സംഘടനയിൽ നിന്നും തിരഞ്ഞെടുത്ത ടീമുകൾ മഹോത്സവത്തിന്റെ ഭാഗമായ മത്സരത്തിൽ പങ്കെടുക്കും. പുതിയ കായിക താരങ്ങളെ കണ്ടെത്താനും വ്യത്യസ്ത കായിക ഇനങ്ങളിലേക്ക് ആകർഷിക്കാനും കായിക മഹോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. കായിക ഉൽപ്പന്നങ്ങളുടെ വിപണനം, പ്രദർശനം, കായിക സെമിനാർ, സ്പോർട്സ് മെഡിക്കൽ പവലിയൻ, കളിവർത്തമാനം തുടങ്ങിയ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അടുത്ത വർഷവും 5 കേന്ദ്രങ്ങളിലായി കായിക മഹോത്സവം സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഈ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന സമഗ്ര സെമിനാറോടെയാണ് കായിക മഹോത്സവത്തിന് തുടക്കമായത്. സെമിനാർ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കായിക മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ആദരിച്ചു. ആദരിക്കൽ പരിപാടി ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. കായിക ഇനങ്ങൾ പലതും തന്നെ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ മത്സര ഇനമാണ്. അപ്പം നമ്മുടെ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും ഒക്കെ മെഡൽ നേടുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു പുരോഗതിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമല്ല ആവശ്യം, സ്പോർട്സിലുള്ള യുദ്ധം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ വലിയ സ്പോർട്സിൽ യുദ്ധം നടക്കുമ്പോൾ സ്പോർട്സിൽ വലിയ ആവശ്യത്തോടു കൂടി മത്സരം നടന്നിട്ട് എല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സുഹൃത്തുക്കളായിട്ടാണ് പിരിയുന്നത്. അപ്പൊ സ്പോർട്സിൽ മത്സരം വേണം. അതേസമയം മറ്റ് യുദ്ധങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം. അത് മനുഷ്യന് ഒരിക്കലും തീർക്കാൻ പറ്റാത്ത വേദനയും പെയിനുമാണ് ഉണ്ടാക്കുന്നത്. അതേസമയം സ്പോർട്സിലെ മത്സരം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ വീണ്ടും സമീപവാസികൾ. ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പരാതി. പുന്നാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപമാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. മുണ്ടൂർ തൂത പാത നവീകരണത്തിന് ടാർ നിർമ്മിക്കുന്നതിനായി 3 വർഷം മുൻപാണ് യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പ്ലാന്റിന്റെ പ്രവർത്തനം മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവ പിടിപെടുന്നതായാണ് പരാതി. മഴക്കാലത്ത് ടാറും ഓയിലും കലർന്ന ജലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നതായും നാട്ടുകാർ പറയുന്നു. കുട്ടികൾ, ഗർഭിണികൾ എന്നിവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 8 പുന്നാമ്പറമ്പ് ക്ഷേത്ര പരിസരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാർ മിക്സിംഗ് യൂണിറ്റ് കഴിഞ്ഞ 4 വർഷമായി നിരന്തരമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി നിലനിൽക്കുകയാണ്. നമ്മൾ ഈ പ്ലാന്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരമ്മ അടക്കം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മരിച്ചു വീണതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയും 15 ദിവസം മുന്നേ ഒരു ശാരീരിക ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സ്ത്രീയായി, തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരും ഇതുപോലെ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ പ്ലാന്റ് മൊത്തത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി നിലനിൽക്കുന്ന ഈ പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഈ
തൊട്ട വീട്ടിൽ കഴിയുന്ന ഈ മുരളീധരൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ശരീരമാസകലം ഈ പൊടിയുടെ അലർജി മൂലം അദ്ദേഹത്തിന് ത്വക്ക് രോഗം അടക്കം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഡിവിഷൻ ഇവർക്ക് ആസ്മ പോലെയുള്ള അസുഖങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. 2 കിലോമീറ്റർ ചുറ്റളവിൽ 250ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കെ പ്രേംകുമാർ MLA ഞായറാഴ്ച പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യം ഓരോ നാളും കൂടി വരികയാണ്. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. സർക്കാരിനും സമൂഹത്തിനുമൊന്നും ഈ വിപത്ത് തടയാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. ഇങ്ങനെയൊരവസ്ഥയിൽ 20ഓളം തെരുവുനായ്ക്കളെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ഭക്ഷണം നൽകി വീട്ടിൽ സംരക്ഷിക്കുകയാണ് ഒരാൾ. ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് ഈ കാഴ്ച. അതോ പറന്നു വരുന്നു, ഒന്ന് ചൂടടിച്ച പറന്നു വന്നോളൂ കേട്ടോ. ഡേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് കയറി വാ. അവിടെ വന്നു പൊങ്ങി നിൽക്കും, റോട്ടോന്ന് പൊങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കും, നേരെ നിൽക്കേ. ഞാൻ പറ്റും വാ, വന്നേ, കയറി വാ, ഇങ്ങോട്ട് കയറി വാ. ഇത് 74-കാരനായ ഡൊമിനിക്. സ്വദേശം കോട്ടയമാണെങ്കിലും 40 വർഷത്തിലധികമായി ചെർപ്പശ്ശേരിയിലാണ് സ്ഥിരതാമസം. ഡൊമിനിക്കിന് വീട്ടിൽ കൂട്ട് ഇപ്പോൾ തെരുവുനായ്ക്കളാണ്. ഒന്നും രണ്ടുമല്ല, 20ഓളം തെരുവുനായ്ക്കളുണ്ട് ഈ കുഞ്ഞു വീട്ടിൽ. ഇതുകൂടാതെ അതിഥികളായി വേറെയും തെരുവുനായ്ക്കൾ വന്നുപോകും. ഇവയുടെയെല്ലാം സംരക്ഷകനാണ് ഡൊമിനിക് ഇപ്പോൾ. ഭക്ഷണം നൽകുന്നതും പരിപാലിക്കുന്നതും ഡൊമിനിക് തന്നെ. ചിലത് കൂട്ടിലാണെങ്കിൽ മറ്റു ചിലത് മുറ്റത്തും തൊടിയിലും പരിസരത്തുമായി ഉണ്ടാകും. അപരിചിതരെ കാണുമ്പോൾ അല്പം ശൗര്യക്കാരാണ് ഇവരെങ്കിലും ആരെയും ഉപദ്രവിക്കാറില്ലെന്ന് ഡൊമിനിക് പറയുന്നു. പലപ്പോഴായി ഭക്ഷണം തേടി വന്നവരാണ് ഇവരിൽ പലരും. പിന്നീട് ഇവിടെ സ്ഥിരവാസക്കാരായി. വീട്ടിൽ തന്നെ പ്രസവിച്ച് വളർന്നവരും വളരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. 10 വർഷത്തോളമായി ഡൊമിനിക്കിന്റെ ഒപ്പം കൂട്ടുകൂടിയവരാണ് ചിലർ. വീട്ടിലെ ഒരംഗത്തെപ്പോലെ തന്നെയാണ് ഇവരെല്ലാം ഡൊമിനിക്കിന്. താൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇവയ്ക്കെല്ലാം ഭക്ഷണവും വെള്ളവും നൽകുമെന്ന് ഡൊമിനിക് പറയുന്നു. അവർ വരുമ്പോൾ നമ്മൾ ഈ വിഷമം കണ്ട് ഇങ്ങനെ പിന്നാലെ, ഇവർക്ക് മനുഷ്യനെ സ്നേഹം അറിയാവുന്നതുകൊണ്ട്, മനുഷ്യനെ കണ്ടാൽ അറിയാവുന്നതുകൊണ്ട് അവർ നമ്മളെ കാണുമ്പോൾ ഓടി ഇങ്ങനെ വരിക. അപ്പം ഞാൻ കയ്യിൽ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുക, എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം മേടിച്ച് കൊടുക്കും. അവർക്കൊരു നേരം ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ജീവികൾക്കും വയസ്സായ ആൾക്കാർക്കും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഇതിപ്പോൾ ഒരു 8-10 കൊല്ലമായിട്ട് ഇവരോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. അതുപോലെ റോഡ് സൈഡിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന 70-80 വയസ്സായ ആൾക്കാരോട് അവർക്കൊക്കെ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു നേരം ഒന്നും കഴിക്കണമെന്നില്ല. അങ്ങനെയാണത്. ഭക്ഷണം കൊടുക്കാൻ നല്ല ചിലവുണ്ട്. ഭക്ഷണം കൊടുക്കാൻ ചിലവ് വരും. എന്താ ചെയ്യുക, കൊടുക്കാതിരിക്കാൻ. ഇവരെ ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടി വിഷമിച്ച് നടക്കുമ്പോൾ ഇവർക്ക് വിഷമമില്ല, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഒരു നേരം അവർക്ക് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇവർ ഇപ്പോൾ റോഡിൽ ഇറങ്ങിയാലും എന്നെ കണ്ടാൽ ഓടി വരുന്ന നായ്ക്കളെ. ഇവർക്കറിയാം ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, എന്നെ തിന്നാനൊക്കെ തരുന്ന ആൾക്കാരാണെന്നുള്ളത് അവർക്ക് അറിയാൻ കഴിവുണ്ട്. മനുഷ്യനെക്കാട്ടി കഴിവുണ്ട് മൃഗങ്ങൾക്ക്. അതാണ് ഇവർ നമ്മളെ കണ്ടാൽ ഓടി വരുന്നത്. ഒരാളുടെ നേരെ കുരയ്ക്കുക പോലും ഇല്ലല്ലോ, ആരുടെ നേരെ. ഇവിടെ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഗേറ്റിൻ്റെ വന്നാൽ മാത്രമേ ഉള്ളൂ. അത് ആരൊക്കെ ഈ റോഡേ പോകണ്ട, വഴിയോ പോകണ്ട, വരുന്നവർ പോലെ ഒന്നും കുരയ്ക്കില്ല. ഇങ്ങോട്ട് വന്നാൽ കുരയ്ക്കും. വീടിൻ്റെ മുന്നിൽ വന്നാൽ ഗേറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്ന് കുരയ്ക്കും. അവർക്ക് അറിയണ്ടേ ഒരാൾ വന്നു നമ്മളെ അറിയിക്കാൻ കുരയ്ക്കുന്നതാവും. അത്രേ ഉള്ളൂ. എല്ലാ മൃഗങ്ങളെയും നമുക്ക് സ്നേഹം. തെരുവുനായ്ക്കളെ കൂടാതെ പൂച്ചകളും ആടുമുണ്ട് വീട്ടിൽ. അണ്ണാനും കിളികളുമെല്ലാം അതിഥികളുമായും എത്തും. എല്ലാവർക്കും ഡൊമിനിക് ഭക്ഷണം കൊടുക്കും.
ഈ ഭൂമിയിൽ മനുഷ്യനെപ്പോലെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് ഇവരെല്ലാമെന്നാണ് ഡൊമിനിക്കിന്റെ പക്ഷം. തെരുവുനായ്ക്കളുടെ ശല്യം കൂടി വരുന്നതും അവ ഉപദ്രവകാരികളായി മാറുന്നതും വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഡൊമിനിക്കിന്റെ മറുപടി ഇങ്ങനെ: സർക്കാർ തന്നെ തെരുവുനായ്ക്കളെ വളർത്താനൊരു സംവിധാനമല്ലേ ഉണ്ടാക്കേണ്ടത്. ഭക്ഷണം കൊടുത്ത് അവനെ ജീവിപ്പിക്കുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മരിച്ചു പോയില്ലേ. പെരുകാതെ ഇണചേരാതെയൊക്കെ ഒരു നിയന്ത്രണമായിട്ട് വളർത്തിയേക്കാം, ഒരു കുഴപ്പമില്ലല്ലോ. ഈ നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്നുണ്ട്. മുഴുവൻ നായ്ക്കളെ വന്ധ്യംകരണം നടത്തുകയാണെങ്കിൽ പ്രശ്നം തീർന്നില്ല, പിന്നെ അധികം പെരുകില്ലല്ലോ. അപ്പോൾ കാലക്രമേണ കുറഞ്ഞു കിട്ടും. അത് ഈ ഭക്ഷണം കിട്ടാതെ വന്നിട്ടും ആകെ ദേഷ്യം വന്നിട്ടുമൊക്കെയാണ് ഈ അക്രമാസക്തി. ഭക്ഷണം കിട്ടുന്നവരിവിടെ 10-20 നായ്ക്കളുണ്ട് ഈ റോഡിൽ. ഒരു മനുഷ്യൻ്റെ നേരെ കുരയ്ക്കുകയോ ഒരാളെ കടിക്കുകയോ ഇന്നും വരെ ഉണ്ടായിട്ടില്ല. ഒരാളുടെ നേരെ കുരച്ചോണ്ട് പോലും ചെല്ലില്ല നായി. അപ്പം മനുഷ്യനോട് സ്നേഹം ഉണ്ടായിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ആ പുതുപരിഹാരത്തൊക്കെ എല്ലാവരും എറിഞ്ഞു ഓടിക്കുന്നിടത്ത് 5-8 കുട്ടികളെ കടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ്റെ നേരെ കുരയ്ക്കുക പോലും ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, 5-6 പെണ്ണുങ്ങളിലെ പോകുന്നവരൊക്കെ ബാഗിൻ്റെ അകത്തുനിന്ന് ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ട് കൊടുക്കും. പിന്നെ ഈ കടയിൽ വരുന്ന എന്നെ കൂടാതെ 3-4 പേര് തന്നെ തീറ്റ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്, ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വേറെ ആൾക്കാരുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെയെല്ലാം ജോലികൾ ചെയ്തു വന്നിരുന്ന ഒരു A ക്ലാസ് കോൺട്രാക്ടറായിരുന്നു മുമ്പ് ഡൊമിനിക്. ഇപ്പോൾ ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്ലാന്റ് ഓപ്പറേറ്ററാണ്. മറ്റു വരുമാനമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ ഇവയെയെല്ലാം നോക്കാൻ കൂടിയുള്ള വക കണ്ടെത്തണം. എങ്കിലും കൈയൊഴിയാൻ വയ്യ. ചിലരൊക്കെ വീട്ടിൽ വന്ന് നായ്ക്കളെ കൊണ്ടുപോകാറുണ്ട്. ആർക്കു വേണമെങ്കിലും വെറുതെ കൊടുക്കും. ഒറ്റ നിബന്ധന മാത്രം: നല്ലവണ്ണം നോക്കണം. വീട്ടിൽ ഭാര്യയും ഒരു മകളുമാണ് ഡൊമിനിക്കിനുള്ളത്. മൃഗസ്നേഹം കാരണം മാംസഭക്ഷണമൊന്നും ഡൊമിനിക്ക് കഴിക്കില്ല. തനിക്കാവുന്ന കാലം ഇവയെയെല്ലാം സംരക്ഷിക്കും. ആ സ്നേഹത്തിനും സംതൃപ്തിക്കും വിലയിടാൻ ഡൊമിനിക് തയ്യാറല്ല. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് പിറകിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നു. ലഘുഭക്ഷണശാലയും ശുചിമുറികളും അടങ്ങുന്ന കേന്ദ്രത്തിന്റെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ നഗരസഭ തീരുമാനിച്ചു. പ്രാരംഭഘട്ടമെന്ന നിലയ്ക്ക് നഗരസഭാ ഫണ്ട് 5 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ദീർഘദൂര യാത്രകൾ നടത്തുന്നവർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് വിശ്രമകേന്ദ്രം നിർമ്മിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് കേന്ദ്രം വരുന്നത് സൗകര്യമാകും. ബസ് സ്റ്റാൻഡിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിന് സമീപമാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. പച്ചക്കറി വിപണന കേന്ദ്രം നടത്താൻ വേണ്ടി നിർമ്മിച്ച ഷെഡ് മാറ്റി ഇവിടെയുള്ള സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുക. ഇടയ്ക്കെപ്പോഴെങ്കിലും പച്ചക്കറി വിൽപ്പന നടക്കാറുള്ള വിപണന കേന്ദ്രം ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപത്തെ മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കും. 3.5 വർഷം മുമ്പാണ് സ്ഥിരം സംവിധാനം എന്ന നിലയ്ക്ക് നഗരസഭ പച്ചക്കറി വിപണന കേന്ദ്രം സ്ഥാപിച്ചത്. വിപണിയില്ലാത്ത സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമാണിത്. പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് പിന്നാലെ നിർമ്മാണം തുടങ്ങാനാണ് തീരുമാനമെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി, ഉപാധ്യക്ഷൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ UDF അധികാരത്തിൽ കയറുമെന്ന് നജീബ് കാന്തപുരം MLA. താഴേക്കോട് പുത്തൂർ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP അബ്ദുസമദ് സമദാനി MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. പറ്റിയ പാകപ്പിഴവുകൾ നികത്തി അടുത്ത തവണ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് UDF തിരിച്ചുപിടിക്കുമെന്ന് നജീബ് കാന്തപുരം MLA. ഈ പുത്തൂരിലെ ഉജ്ജ്വലമായ ഈ മുന്നൊരുക്കം സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ, ഈ നമ്മുടെ താഴേക്കോട് പഞ്ചായത്ത് നമ്മുടേതാണ്. അത് നമ്മൾ തന്നെ ഭരിക്കുകയും ചെയ്യും. നമുക്കൊരു ചെറിയ കൈപ്പിഴ വന്നതാണ് അല്ലേ ടീച്ചറെ? അതൊക്കെ നമുക്ക് തിരുത്തിയിട്ട് ഉഷാറായിട്ട് നമുക്ക് കൊണ്ടുവരണം. നമുക്ക് സാധിക്കും. പുത്തൂർ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുന്നൊരുക്കം 2026 എന്ന പരിപാടിയുടെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പുത്തൂർ ദാറുൽ ഉലൂം മദ്രസ ഹാളിൽ നടന്ന പരിപാടിക്ക് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. MP അബ്ദുൽ സമദ് സമദാനി MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PT ഹൈദർസ് ഹാജി അധ്യക്ഷനായി. നാസർ ഫൈസി കൂടത്തായി മുഖ്യപ്രഭാഷണം നടത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ,
ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ്, വനിതാ ലീഗ് ജില്ലാ ട്രഷറർ ഹാജറുമ്മ, മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് AK നാസർ, താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് VP റഷീദ്, കോർഡിനേറ്റർ ഉബൈദ് ആക്കാടൻ, പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MT അഫ്സൽ, മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി KM ഫത്താഹ്, KP ഹുസൈൻ, KK ജാഫർ, സുകുമാരൻ, പച്ചിരി ഫാറൂഖ്, T രാമകൃഷ്ണൻ, EK യൂനസ്, പ്രബീന ഹബീബ്, A അഫ്സത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. 50 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കുമരംപുത്തൂർ വെള്ളപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ റോഡ് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടന വേദിയിൽ സ്ഥാപിച്ച ബാനറിൽ റോഡ് നവീകരണത്തിന് മുൻകൈയെടുത്ത ജനപ്രതിനിധികളെ ഒഴിവാക്കിയെന്നാരോപിച്ച് ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി എത്തി. തുടർന്ന് ഒഴിവാക്കിയവരെ ഉൾപ്പെടുത്തി മറ്റൊരു ബാനറും സ്ഥാപിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടത്തിയത്. മഴക്കാലമായാൽ ചെളിക്കുളമാകുന്ന റോഡ് നവീകരിക്കണമെന്ന് 5 പതിറ്റാണ്ടായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. നിരവധി കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന റോഡാണിത്. മാത്രമല്ല ഖബർസ്ഥാനിലേക്കും ഈ റോഡിലൂടെയാണ് പോകേണ്ടത്. മഴക്കാലമായാൽ ചെളി നീന്തിക്കടക്കണം. ഈ ദുരിതത്തിനാണ് പരിഹാരമായത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത 5 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ 10 ലക്ഷവും റോഡിനായി നീക്കിവെച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന വേദിയിൽ മുസ്തഫ വറോഡന്റെയും കുമരംപുത്തൂർ പഞ്ചായത്ത് വാർഡ് അംഗവും ആക്ടിംഗ് പ്രസിഡന്റുമായ D വിജയലക്ഷ്മിയുടെയും ഫോട്ടോ ഇല്ലാതെയാണ് ആദ്യം ബാനർ സ്ഥാപിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ ഇവരുടെ ഫോട്ടോയും കൂടി ഉൾപ്പെടുത്തിയ ബാനറും സ്ഥാപിച്ചതോടെയാണ് തർക്കം പരിഹരിച്ചത്. നാട്ടുകാർക്കൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെ തഴയാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു. വികസനത്തിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ കൂട്ടായ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പഞ്ചായത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ഫണ്ട് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഏകദേശം 40% ഫണ്ടാണ് പദ്ധതി വിഹിതം. അത് പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഫണ്ട് കുറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യം ഇല്ലാതാകുന്നില്ല. നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. കാരണം വീട് നിർമ്മിക്കും, അത് കൂടുതൽ വീടുകളാവും, അവിടേക്ക് റോഡ് നിർമ്മിക്കണം, അത് ഗതാഗത യോഗ്യമാക്കണം. നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല എല്ലാ ഡിവിഷൻ മെമ്പർമാരും പരാതിയില്ലാതെ കിട്ടിയ ഫണ്ട് അതത് പ്രദേശത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വിനിയോഗിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഒരു നല്ല കൂട്ടായ്മയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത അധ്യക്ഷത വഹിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് D വിജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ചെറുട്ടി, ബിജി ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ വറോഡൻ, മണികണ്ഠൻ വടശ്ശേരി, പടുവിൽ കുഞ്ഞി മുഹമ്മദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അധ്യക്ഷൻ PM നൌഫൽ തങ്ങൾ, ഇന്ദിര മടത്തുപുള്ളി, പഞ്ചായത്ത് അംഗം രാജൻ ആമ്പാടത്ത്, VK അബൂബക്കർ, KK ഇല്യാസ്, ബേബി രാജ്, അബു വറോഡൻ, AEE റഷീദ് എന്നിവർ പ്രസംഗിച്ചു. കോട്ടപ്പാട് MIC മഹദിയ ബിരുദദാന സമ്മേളനം ഡിസംബർ 31 നടക്കും. പലസ്തീൻ അംബാസഡർ അദ്നാൻ മുഹമ്മദ് അബു അൽ ഹൈജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ വനിതാ വിദ്യാഭ്യാസ സംരംഭമായി 2018 കോട്ടപ്പാടത്ത് ആരംഭിച്ച MIC വിമൻസ് അക്കാദമിയിൽ 5 വർഷത്തെ മഹദിയ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളുടെ ബിരുദദാന സമ്മേളനം ഡിസംബർ 31 വൈകിട്ട് 4 മണിക്ക് കോട്ടപ്പാടത്ത് നടക്കും. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. N ഷംസുദ്ദീൻ MLA, SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് തുടങ്ങിയവർ പങ്കെടുക്കും. മതവിദ്യാഭ്യാസ മേഖലയിൽ മഹദിയ കോഴ്സും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ്, BCom, BA സോഷ്യോളജി, കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ കോഴ്സുകളുമാണ് വിദ്യാർത്ഥികൾക്ക് 5 വർഷം കൊണ്ട് നൽകുന്നത്. ദക്ഷിണേന്ത്യയിലെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിവിധ കാലയളവിലുള്ള മഹദിയ ഡിപ്ലോമ, CMS കോഴ്സുകൾ, കേന്ദ്ര സർക്കാർ അംഗീകൃത TSSR കൗൺസിലിൻ്റെ PPTTC കോഴ്സ് എന്നിവ പൂർത്തിയാക്കിയ 135 വിദ്യാർത്ഥിനികൾക്കാണ് ബിരുദം നൽകുന്നത്.
ബിരുദദാന ചടങ്ങിന്റെ ഭാഗമായി ഡിസംബർ 30 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഗിന്നസ് റെക്കോർഡ് നേടിയ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഖുർആൻ കയ്യെഴുത്തു പതിപ്പിന്റെ പ്രദർശനം നടക്കും. ഡിസംബർ 31 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ SKSSF 35ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർഗമേളയും ഉച്ചയ്ക്ക് 1 മണിക്ക് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പത്നി സെയ്ദ സജ്ന ബീവി നേതൃത്വം നൽകുന്ന വനിതാ സംഗമവും നടക്കും. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ 2018 മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിന്റെ വനിതാ വിദ്യാഭ്യാസ സംരംഭമായി കോട്ടോപ്പാടത്ത് തുടക്കം കുറിച്ച MIC വുമൻസ് അക്കാഡമി 5 വർഷത്തെ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മഹദിയ കോഴ്സ് പൂർത്തിയാക്കി ആദ്യ ബാച്ചിൻ്റെ ബിരുദദാന സമ്മേളനം ഈ വരുന്ന ഡിസംബർ 31-ാം തീയതി 4 മണിക്ക് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ഫലസ്തീൻ അംബാസഡർ അദ്നാൻ മുഹമ്മദ് അബു അൽ ഹൈജയാണ് ഈ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. 30-ാം തീയതി ശനിയാഴ്ച ഈ ബിരുദദാനത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ ഉന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ വിദ്യാർത്ഥി മുഹമ്മദ് ജസീർ തൻ്റെ 1.5 വർഷക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ തയ്യാറാക്കി ഗിന്നസ് റെക്കോർഡ് മറികടന്ന ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഖുർആൻ കയ്യെഴുത്ത് പ്രതിയുടെ പ്രദർശനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാമ്പസിൽ നടക്കും. ഹബീബ് ഫൈസി ഇസ്ലാമിക് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് മുസ്തഫ അഷ്റഫി കക്കുപടി, SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ് ഫൈസി കോട്ടോപ്പാടം, TK സുബൈർ മൗലവി പുല്ലശ്ശേരി, സുലൈമാൻ ഫൈസി മുണ്ടേക്കരാട്, റഫീഖ് ഫൈസി പുല്ലശ്ശേരി, ഇബ്രാഹിം ഹാജി, അബ്ദുൽ ജബ്ബാർ ഹാജി, നാസർ ഫൈസി കാഞ്ഞിരംകുന്ന്, ഷർഫുദ്ദീൻ കോട്ടോപ്പാടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ചെറുകര UP സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവന്ദനവും ഗുരുസ്മൃതിയും സംഘടിപ്പിച്ചു. കഥകളി സംഗീതജ്ഞനും മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ പാലനാട് ദിവാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശതപൂർണിമയിൽ അക്ഷയഗനിയായി തിളങ്ങി നിൽക്കുകയാണ് ചെറുകര AUP സ്കൂൾ. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുസ്മൃതിയിൽ അറിവിന്റെ പ്രകാശം പരത്തിയ പൂർവ്വ അധ്യാപകർ ഒത്തുകൂടി. കർമ്മപദങ്ങളിൽ അനേകായിരങ്ങൾക്ക് വെളിച്ചം പകർന്ന അധ്യാപകരുടെ സ്നേഹസൗഹൃദങ്ങൾക്ക് സ്കൂൾ അങ്കണം വേദിയായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിൽ നിറം പകർന്ന ശ്രേഷ്ഠമായ പരിപാടിയായി ഇത് മാറി. ഗുരുവന്ദനത്തിലും ഗുരുസ്മൃതിയിലും പഴയകാല അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കഥകളി സംഗീതജ്ഞനും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ പാലനാട് ദിവാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭവൽപാദ അരവിന്ദേ സതതം വന്ദേ ഭവൽപാദ അരവിന്ദേ സതതം. എല്ലാ ഗുരുഭൂതന്മാരായിട്ടുള്ള മഹാത്മാക്കളുടെ മുമ്പിലും അവരുടെ പാതാരവിന്ദത്തിൽ വന്ദിക്കുന്നു എന്നുള്ളതാണ്. അത് കഥകളിയിലൊരു പദമാണ്, സന്താനഗോപാലത്തിലെ. ആ പദം ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെ കാണുമ്പോൾ ഒന്ന് വന്ദിക്കാതെ പറ്റില്ല. ഒരു പക്ഷെ ഞാനും അങ്ങനെ വിരമിച്ച ഒരു അധ്യാപകനാണ്. എൻ്റെ എന്താ പറയുക, സഹപ്രവർത്തകരെ പോലെ തന്നെയാണെങ്കിലും നിങ്ങൾ ഒരു ഗുരുഭൂതന്മാരായിട്ട് തോന്നുകയാണ്. ഈ വിദ്യാലയത്തിലെ മുൻകാല അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വന്ദിക്കുന്നു മാത്രം. സ്വാഗത സംഘം ചെയർമാൻ ഹംസ താമുള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ES ബിന്ദു, സ്വാഗത സംഘം ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് AP ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. മൺമറഞ്ഞുപോയ അധ്യാപകരെ ചടങ്ങിൽ അനുസ്മരിച്ചു. വിരമിച്ച അധ്യാപകർക്ക് ഉപഹാരങ്ങളും സമർപ്പിച്ചു. അലനല്ലൂരിൽ ബാലസംഘം ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം MV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണംകുണ്ട് റോഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര
മണ്ണാർക്കാട് റോഡ് പെട്രോൾ പമ്പിന് സമീപത്ത് സമാപിച്ചു. സമാപന ചടങ്ങ് ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം MV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം അലനല്ലൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് വി ഇൻഷ അധ്യക്ഷയായി. സ്വാഗത സംഘം കൺവീനർ TK മൻസൂർ, ചെയർമാൻ P അബ്ദുൽ കരീം, അഭിനവ്, ബാലസംഘം കോർഡിനേറ്റർ KP ഹരിദാസൻ, ജോയിന്റ് കൺവീനർ ഗോകുൽ, സുനിൽദാസ്, സുബ്രഹ്മണ്യൻ, നിഷ, P നിഷാദ്, P നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ ഭാഗമായ പ്രചരണ ജാഥയിൽ പങ്കെടുത്ത കുട്ടികളെ CPM ഏരിയ കമ്മിറ്റി അംഗം P മുസ്തഫയും സംസ്ഥാന കുരാഷ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം വാങ്ങിയ വിദ്യാർത്ഥിയെ CPM ഏരിയ കമ്മിറ്റി അംഗം V അബ്ദുൽ സലീമും അനുമോദിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. SSK ചെർപ്പളശ്ശേരി BRCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രിദിന നൈപുണ്യ വികസന ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചെർപ്പളശ്ശേരി VHSCയിൽ നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്ത വിദ്യയിൽ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ സംസ്ഥാനമാണിത്. നമ്മുടെ കേരളം അല്ലേ? എല്ലാവർക്കും നമ്മുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളൊക്കെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഡിഗ്രി താഴേക്ക് വിദ്യാഭ്യാസമുള്ള അമ്മമാർ കമ്മിയാവും. ഞങ്ങളുടെയൊക്കെ കാലം അവരുണ്ടോ? ഇപ്പം നിങ്ങളുടെയൊക്കെ അമ്മമാരിലൊക്കെ തന്നെ. അതുമല്ല, നമ്മളെ കണക്കെടുപ്പ് തന്നെ ഇന്നത്തെ നമ്മളെ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ തന്നെ 30% വരുന്ന അമ്മമാരും ഡിഗ്രിക്ക് മുകളിലുള്ളവരാണ്. +2 മുകളിലുള്ള അതിലെടുക്കുക. അപ്പൊ അത്ര അഭ്യസ്തവിദ്യരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ NP പ്രിയേഷ് അധ്യക്ഷനായി. ദൈനംദിന ജീവിതത്തിൽ പഠനത്തോടൊപ്പം പ്രായോഗിക പാഠങ്ങൾ ആർജിക്കുന്നതിനായി കുട്ടികൾക്ക് കൃഷി, പാചകം, പ്ലംബിംഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങി പല മേഖലകളിലുള്ള പരിശീലനമാണ് നൽകിയത്. 3 ദിവസത്തെ ക്യാമ്പിൽ പങ്കാളികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. BRC പരിശീലകൻ PC ശിവശങ്കരൻ, T അബ്ദുൽ സലീം, TH ബേബി സലീന, K പ്രവീൺ, S കൃഷ്ണ, M പ്രജിഷ, P കൃഷ്ണപ്രകാശ്, A അരുൺ, CS നിവിൻ, കാർത്തിക ദേവരാജ് എന്നിവർ സംസാരിച്ചു. P കേശവപ്രസാദ്, PS അസ്ലം, C അരുൺകുമാർ, K സന്തോഷ് എന്നിവർ ക്ലാസ് എടുത്തു. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, ഉഷപൂജ, താലപ്പൊലി കൊട്ടിയറിയിക്കൽ, മേളം, തായമ്പക, വൈകിട്ട് വേലവരവ്, കേളി, ദീപാരാധന, ദശസഹസ്രദീപം തെളിയിക്കൽ, കളംപാട്ട്, താലം നിരത്തൽ എന്നിവയുണ്ടായി. വാണിജ്യ വാർത്തകൾ. 24 മണിക്കൂർ സേവനവുമായി നയാര എനർജിയുടെ ഗുണമേന്മയുള്ള പ്രകൃതി സൗഹൃദ ഇന്ധനമായ BS6 പെട്രോൾ, ഡീസൽ വിൽപ്പനയുമായി നക്ഷത്ര ഫ്യൂവൽസിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൽ തോട്ടക്കര മുല്ലശ്ശേരി വളവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി നക്ഷത്ര ഫ്യൂവൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണിക്കൂർ സേവനവുമായാണ് നയാര എനർജിയുടെ ലോകോത്തര നിലവാരത്തിലുള്ള പെട്രോളും ഡീസലും വിൽക്കപ്പെടുന്ന അതിവിശാലമായ പെട്രോളിയം റീറ്റെയിൽ ഔട്ട്ലെറ്റായ നക്ഷത്ര ഫ്യൂവൽസ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൽ തോട്ടക്കര മുല്ലശ്ശേരി വളവിൽ പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഔട്ട്ലെറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വരോട് ഭാഗത്ത് പുതിയതായിട്ട് നയാര പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എന്തായാലും
വരോട് ഭാഗത്തേക്ക് ഒറ്റപ്പാലത്തേക്ക് പ്രത്യേകിച്ച് വരോട് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പമ്പ് ഇവിടെ ആവശ്യമായിരുന്നു. എന്തായാലും അയാരയുടെ ഈ പമ്പിനോട് ഉദ്ഘാടനം നടന്നു. ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ഈ പമ്പിൻ്റെ പ്രവർത്തനവുമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് ആളുകളുടെ സഹകരണം എന്തായാലും ഉണ്ടാവും. ആളുകൾക്ക് പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവിടെ ഒരു പമ്പ് ഇവിടെ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, വാർഡ് കൗൺസിലർ കെ സുരേഷ് എന്നിവർ ഡിസ്പെൻസറുകൾ ഉദ്ഘാടനം ചെയ്തു. എയർ ആൻഡ് നൈട്രജൻ ഫില്ലിംഗ് സ്റ്റേഷൻ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജനും ഓയിൽ ചേഞ്ചിംഗ് സ്റ്റേഷൻ BJP ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാലും ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ K അബ്ദുൽ നാസർ, T ലത, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, വിവിധ വാർഡ് കൗൺസിലർമാർ, വ്യാപാര വ്യവസായ ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് P സുനിൽ, CPM വരോട് ലോക്കൽ സെക്രട്ടറി PC സോമൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് അഡ്വൈസർ അച്യുതനുണ്ണി, മറ്റ് വ്യാപാരി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. നയാരയിലെ ലോകോത്തര നിലവാരമുള്ള പെട്രോളും ഡീസലും വാഹനങ്ങൾക്ക് പരമാവധി മൈലേജ് നൽകുന്നതായി ഉടമകൾ അവകാശപ്പെട്ടു. അളവിലുള്ള കൃത്യത, ഇരുചക്ര വാഹനങ്ങളുടെ സൗജന്യ ഓയിൽ ചേഞ്ച് സൗകര്യം, 3 വീലർ 4 വീലർ വാഹനങ്ങൾക്കാവശ്യമായ എഞ്ചിൻ ഓയിലുകൾ, കൂളന്റുകൾ, ഗുണനിലവാരമുള്ള ഇന്ധനം, പരിശീലനം സിദ്ധിച്ച സ്റ്റാഫുകൾ, വൃത്തിയുള്ള വാഷ്റൂം സൗകര്യം, സൗജന്യമായി നൈട്രജൻ ഫിൽ ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയുമാണ് ഉപഭോക്താക്കൾക്കായി നക്ഷത്ര ഫ്യൂവൽസ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ പുതുവർഷമായ ജനുവരി 1 ഉദ്ഘാടനം ചെയ്യും. ആശുപത്രിയിൽ ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മലപ്പുറം ജില്ലയിൽ കായിക മേഖലയ്ക്ക് ശക്തി പകർന്ന ജില്ലാ കായിക മഹോത്സവത്തിന് തുടക്കം. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇത്തരമൊരു പരിപാടി ഇതാദ്യം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിലെ ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ പ്രതിഷേധവുമായി വീണ്ടും സമീപവാസികൾ. യൂണിറ്റിന്റെ പ്രവർത്തനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും മഴക്കാലത്ത് മാലിന്യ പ്രശ്നം സൃഷ്ടിക്കുന്നതായും പരാതി. കെ പ്രേംകുമാർ MLA ഞായറാഴ്ച പ്രത്യേക യോഗം വിളിച്ചു.
തെരുവ് നായ്ക്കളുടെ സംരക്ഷകനായി ചെർപ്പളശ്ശേരിയിൽ ഒരാൾ. 74-കാരനായ ഡൊമിനിക് വീട്ടിൽ സംരക്ഷിക്കുന്നത് 20-ലധികം തെരുവ് നായ്ക്കളെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.